തൊടുപുഴ കോൺഗ്രസിൽ മിനിറ്റ്സ് തിരുത്തൽ വിവാദം. തൊടുപുഴ നഗരസഭയിൽ കോൺഗ്രസിന് ലഭിക്കുന്ന അവസാന 2 വർഷം 28ാം വാർഡ് കൗൺസിലർ ലിറ്റി ജോസഫിനെ അധ്യക്ഷയാക്കണമെന്ന് പാർലമെന്ററി പാർട്ടി കമ്മിറ്റി യോഗ മിനിറ്റ്സിൽ എഴുതി ചേർത്തു. ബ്ലോക്ക് പ്രസിഡന്റ് നടത്തിയ ഇടപെടൽ തിരുത്തിച്ച് DCC സംഭവത്തിൽ KPCCക്ക് പരാതി നൽകുമെന്ന് KPCC ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ നിഷ സോമൻ വ്യക്തമാക്കി. തൊടുപുഴ നഗരസഭാ അധ്യക്ഷ സ്ഥാനം 3 ടൈമായി പങ്കുവയ്ക്കാനാണ് UDFിലെ ധാരണയനുസരിച്ച് ആദ്യ ടൈമിൽ മുസ്ലിം ലീഗിൽ നിന്നുള്ള സാബിറ ജലീൽ നഗരസഭാ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ K ദീപകാണ് വൈസ് ചെയർമാൻ. അവസാന 2 വർഷമാണ് കോൺഗ്രസിന് അധ്യക്ഷ സ്ഥാനം ലഭിക്കുന്നത്. ഇന്ന് രാവിലെ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തയ്യാറാക്കിയ മിനിറ്റ്സിൽ അവസാന 2 വർഷം 28ാം വാർഡ് കൗൺസിലർ ലിറ്റി ജോസഫിനെ അധ്യക്ഷയാക്കാമെന്ന് എഴുതി ചേർക്കുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞതോടെ DCC പ്രസിഡന്റ് CP മാത്യു വിഷയത്തിൽ ഇടപെട്ടു. ബ്ലോക്ക് പ്രസിഡന്റ് ഷിബിലി സാഹിബിനെ വിളിച്ച് മിനിറ്റ്സ് തിരുത്താൻ DCC പ്രസിഡന്റ് നിർദ്ദേശം നൽകി. പേര് കാര്യം ചർച്ച ചെയ്തെങ്കിലോ സംബന്ധിച്ച് ആരും എതിർപ്പൊന്നും അതിനകത്ത് പറഞ്ഞില്ല. പക്ഷേ അത് രേഖപ്പെടുത്തി എന്ന കാര്യത്തെ സംബന്ധിച്ച് അത് പരിശോധിക്കുകയും അതിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന DCC പ്രസിഡന്റിന്റെ നിർദ്ദേശാനുസരണവും നീക്കം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. സംഭവത്തിൽ പ്രതിഷേധവുമായി KPCC ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ നിഷ സോമൻ രംഗത്തെത്തി. ബ്ലോക്ക് പ്രസിഡന്റിന്റെ വ്യക്തി താൽപര്യമാണ് മിനിറ്റ്സിൽ എഴുതി ചേർത്തതെന്നും ഇതിൽ KPCCക്ക് പരാതി നൽകുമെന്നും നിഷ സോമൻ വ്യക്തമാക്കി. UDFിന്റെ ജില്ലാ ഘടകം അറിയാതെ, സംസ്ഥാന ഘടകം അറിയാതെ ഇങ്ങനെ ഒരു മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരായാലും നിരുത്തരവാദിത്തപരമായ പ്രവർത്തനമാണ്. അതിന് എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. മിനിറ്റ്സിൽ ഇതിൻ്റെ ഇടയ്ക്ക് അല്പ സ്ഥലത്ത് ഒരു വരി പോലും പിന്നീട് കൂട്ടിച്ചേർക്കാൻ പാകത്തിനല്ലാത്ത സ്ഥലത്താണ് ഇത് എഴുതി ചേർത്തത്. ആ മിനിറ്റ്സ് തുടക്കത്തിൽ ഇങ്ങനെയൊന്നും കണ്ടില്ല. അതിൻ്റെ ശക്തമായ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുന്നു. CPMന്റെ കുത്തക വാർഡായ നടുക്കണ്ടത്ത് അട്ടിമറി വിജയം നടത്തിയാണ് നിഷ സോമൻ തൊടുപുഴ നഗരസഭാ കൗൺസിലിൽ എത്തിയത്. എന്നാൽ ജില്ലയിലെ ഗ്രൂപ്പുകൾക്ക് നിഷ സോമൻ അനഭിമിതയാണ്. നിഷ സോമനെ നഗരസഭാ അധ്യക്ഷയാക്കരുതെന്നാവശ്യപ്പെട്ട് 10ൽ 9 കൗൺസിലർമാരും KPCCക്ക് കത്ത് നൽകി. എന്നാൽ ലിറ്റിയെ അധ്യക്ഷയാക്കുന്നതിൽ ഗ്രൂപ്പുകൾക്കിടയിലും ഭിന്നതയുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.